ചേട്ടാ ഒന്നിങ്ങ് നിന്നേ. അമ്മേ അമ്മേ അമ്മേ, എന്നോട് എന്തിനാ ഇത്രയും ദേഷ്യം? എന്നോട് സംസാരിക്കുന്നില്ല, എൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല, ശരിയല്ലേ? ഒരു നിമിഷം എന്നെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. കച്ചവടത്തിൽ വിശ്വാസമാണ് പ്രധാനം. ഞാൻ കൊണ്ടുവരുന്ന ലോഡിൽ വിശ്വാസം ഇല്ലെങ്കിൽ കസ്റ്റമേഴ്സ് എങ്ങനെയാണ് വരുന്നത്? അതുകൊണ്ടിപ്പോൾ എന്താ? ബിസിനസ് ലോസ്. അമ്മേ, അങ്ങേര് വാങ്ങിക്കൊണ്ടുവന്ന ഒരു ലോഡ് സാധനം വിൽക്കാൻ കഴിയാതെ വേസ്റ്റ് ആയിപ്പോയി. അമ്മയ്ക്കറിയാമോ? എന്താ മോളെ, എങ്ങനെയുണ്ട്? ഫാക്ടറിയൊക്കെ എങ്ങനെ പോകുന്നു? മെഷീനെല്ലാം ഓടുന്നില്ല ആൻറ്റി, കുഴപ്പമൊന്നുമില്ല. നിന്റെ അച്ഛനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? 7 മല 7 കടലും താണ്ടി ഇവിടെ പോയിരിക്കാൻ തോന്നുന്നു. കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിനക്കിതെങ്ങനെ സാധിക്കുന്നു മോളെ? ഫാക്ടറി, ബിസിനസ്, കടക്കാർ, ഞാനും നിങ്ങളെപ്പോലെ ധൈര്യമായിട്ടിരിക്കുകയാണ് ആൻറ്റി. ആൻറ്റി എനിക്കുള്ള ധൈര്യം. സെൽവ. ആൻറ്റി, ഞാൻ സെൽവനെ കാണാൻ വന്നതല്ല, അവൻ്റെ അച്ഛനെ കാണണം. എന്നിട്ടിത് കൊടുക്കണം എനിക്ക്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു, അവിടെ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. സെൽവ തന്ന ഗ്യാരൻറ്റിയുടെ ഹാഫ് എമൗണ്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ബോസങ്ങൾ വരുമ്പോൾ പറയണം, പല്ല് കാട്ടി ഇളിച്ച് അദ്ദേഹത്തിൻ്റെ മകനെ വശത്താക്കാൻ എനിക്ക് അറിയില്ലെന്ന് പറയണം. അങ്ങനെ എപ്പോഴാണ് കണ്ടത് നീ? അയാൾ ചെന്നൈയിലേ ഇല്ലല്ലോ, ഇന്നലെ തന്നെ നാട്ടിൽ പോയി. ഇന്ന് രാവിലെ എൻ്റെ ഫാക്ടറിയിൽ വന്നിരുന്നു. ഇന്നോ? സ്റ്റാഫിൻ്റെ എല്ലാം മുന്നിൽ വെച്ചാൽ അത് പറഞ്ഞത്. ഞാൻ നിന്നെ മയക്ക് വല വിരിച്ച് പണം വാങ്ങിയെന്ന്. അദ്ദേഹം പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, പകുതി സത്യമായിരിക്കാം. എങ്ങനെയെങ്കിലും കടം വീട്ടി നിങ്ങൾക്കൊരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കോളാം. അദ്ദേഹം വരുമ്പോൾ പറഞ്ഞേക്ക്. സെൽവ, ഞാനിനി നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല. അച്ഛൻ നാട്ടിലേക്ക് പോയിട്ടില്ലെങ്കിൽ എവിടെയായിരിക്കും സെൽവ? എടി കേൾക്ക്, വീട്ടിലെ പ്രശ്നങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കരുത്, അത് കളയ. എന്നാലേ പുതിയ എന്തെങ്കിലും വഴി തെളിയും. ഡേ, നിന്റെ അഡ്വൈസ് ഒന്ന് നിർത്ത്. ഉപദേശം താങ്ങാൻ വയ്യാത്തതുകൊണ്ടാണ് നിന്റെ കൂടെ സിനിമയ്ക്ക് വരാന്ന് വെച്ചത്. പോ. വാ. ഓയ്, ഹേയ്, എന്താണ് കോളേജ് കട്ടാണോ? വണ്ടൂര് സിനിമ വിളിച്ചാൽ കോളേജ് കട്ടിയല്ലാതെ പിന്നെ എന്ത് ചെയ്യും? കേട്ടല്ലോ റാം, എനിക്ക് വേണ്ടി എന്ത് വേണേലും ചെയ്യും ഈ പണക്കാരൻ പയ്യൻ.